നാട്ടിലെത്തിക്കഴിഞ്ഞാൽ വിരുന്നിന് പോകാമെന്നുള്ളത് അതൊരു ചടങ്ങാണല്ലേ. അപ്പോൾ 2 ദിവസം എൻ്റെ വീട്ടിൽ ഞാൻ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് തന്നെയാണ് ഇന്ന് വിരുന്ന്. ആദ്യത്തെ വിരുന്നാണ് കേട്ടോ. ഞാൻ വളർന്ന എൻ്റെ സ്വന്തം വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്, എൻ്റെ സുഖൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഈ പെൺകുട്ടികളുടെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ ഇച്ചിരി വിഷമമുണ്ട്. കാരണം സ്വന്തം ജനിച്ച് വളർന്ന വീട്ടിൽ ഒരു കല്യാണം കഴിയുമ്പോഴേക്കും പിറ്റേ ദിവസം പോകുന്നത് മുതൽ അവരൊരു അതിഥിയായിരിക്കും അല്ലേ അവിടെ. അതുപോലെ ഞാനും കെട്ടൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോകുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്, എന്നാലും ഒരു സന്തോഷം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ. അങ്ങനെ പോയപ്പോൾ തന്നെ നല്ല കട്ട് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. ഹോർലിക്സൊക്കെ കുടിച്ചിരുന്നു. കുറച്ച് സമയം എല്ലാവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞു. അവിടെയുള്ള കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് കുറച്ച് സിനിമയൊക്കെ കണ്ടു. ഇതേതാ ഫിലിം എന്ന് ആർക്കെങ്കിലും പറയും കേട്ടോ. പിന്നെന്താ, അവിടെ നമ്മളിങ്ങനെ ഫാമിലിയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഗെയിംസൊക്കെ കളിക്കും കേട്ടോ. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ഈ കള്ളനും പോലീസും അങ്ങനെയുള്ള ചില നല്ല ഗെയിംസൊക്കെ കളിക്കും. അങ്ങനെ ഗെയിംസൊക്കെ കളിച്ചിരുന്നപ്പോഴേക്കും നല്ല ബിരിയാണിയുടെ മണം അടിച്ചു. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിക്കുഴച്ച് ഞങ്ങൾ കഴിച്ചു. പിന്നെ എന്താ പറയുക, നാട്ടിലെത്തിയിട്ട് ആദ്യത്തെ ബിരിയാണിയാണ്. കുറേ കാലത്തിന് ശേഷമാണ് സ്വന്തമായി പണിയെടുക്കാതെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. നാട്ടിലെത്തിക്കഴിഞ്ഞാലുള്ള എൻ്റെ ഏക ആശ്വാസം അതാണ്. ഇങ്ങനെ കിടക്കുക, ഫുഡാകുമ്പോൾ അമ്മയും എല്ലാവരും വിളിക്കും, അത് നന്നായിട്ട് അങ്ങനെ കഴിക്കുക. ആഹാ.